ഒരു ദിനമെങ്കിലും പൊരുതി നിന്നോർ അവരെത്ര നല്ലവർ. ഒരു നീണ്ട വർഷം പൊരുതി നിന്നോർ അവരതിലേറെ നല്ലവർ. എന്നാൽ മറക്കായിക ജീവിതം മുഴുവനും പൊരുതി നിൽപ്പോർ അവരെത്രേ പോരിന്റെ സത്തയും സാരവും. ഒരു ജീവിതകാലം മുഴുവൻ പൊരുതി നിന്ന യാസിർ അറഫത്തിനെയും ചരിത്രത്തിൽ അരക്കിട്ടുറപ്പിക്കാനാവുന്ന വരികളാണിത്. മഹാനായ ജർമ്മൻ മാർക്സിസ്റ്റും നാടകകാരനുമായ ബർത്തോൾട്ട് ബ്രെഹ്ത് എഴുതിയ കവിത, പൊരുതിക്കൊണ്ടിരിക്കുന്ന പലസ്തീൻ്റെ ആകെയും ജീവിത കവിത. ആ ജീവിത കഥാകാവ്യങ്ങൾക്ക് ഒരു വിലാസമുണ്ടാക്കിയത് യാസിർ അറഫാത്തായിരുന്നു. സമാനതകളില്ലാത്ത അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളായിരുന്നു പലസ്തീനികളുടെ ജീവിത സമരത്തെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത്. 2000 വർഷം മുമ്പേ പ്രവാചക രക്തം കുതിർന്ന മലമുകളിലേക്ക് ആടുമേച്ചു പോയവർ ദൈവപ്രഘോഷണങ്ങളുമായി തടാകക്കരയിലേക്ക് തിരിച്ചിറങ്ങിയതുപോലുള്ള കഥകളല്ല അത്. വെടിമരുന്നുകൾക്ക് മീതെ ഏത് നിമിഷവും പൊട്ടിത്തീർന്നേക്കാവുന്ന ജീവിത കഥയാണ്. മരണം പൂക്കുന്ന ലബനിലെ യുദ്ധഭൂമിയിലേക്കും മഹാദൈന്യതകൾ മനുഷ്യപ്പുഴുക്കളായ ബെയ്റൂട്ടിലെ അഭയാർത്ഥി ക്യാമ്പിലേക്കും എന്നും ദുരന്തഗീതങ്ങൾ പാടുന്ന പുണ്യഭൂമി ജെറുസലേമിലേക്കും പോകുമ്പോൾ 3 മതങ്ങളും മുറുകെ പിടിക്കുന്ന പുണ്യഗ്രന്ഥങ്ങൾ മാത്രം പോരാ, നിങ്ങളുടെ കയ്യിൽ മൂന്നാമതായി പോരാടാനൊരു യന്ത്രത്തൂക്ക് കൂടി വേണമെന്ന് പറഞ്ഞാണ് യാസിറിന്റെ പോർജീവിതം തുടങ്ങുന്നത്. എങ്കിലും അറഫാത്തിനെ പോലെ സമാധാനം ആഗ്രഹിച്ചിരുന്ന മറ്റൊരു നേതാവും ഉണ്ടായിരുന്നില്ല. സ്വന്തം നാടിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളായിരുന്നു അത്.